എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ അപർണയുടെ കള്ളത്തരമൊക്കെ ജാനകി പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നാളും കണ്ടൊരു ജാനകിനെയല്ല, ജാനകിയുടെ ഒരു മറ്റൊരു മുഖമാണ് അപർണ ഇനി കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂട്ട് അങ്ങനെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ ടൂറൊക്കെ പ്ലാൻ ചെയ്ത് മൂന്നാറ് വരുവാണ്. പക്ഷെ മൂന്നാറ് വന്നു കഴിഞ്ഞാലും ജാനകിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട്. കാരണം അപർണ വെറുതെ ഇരിക്കില്ല. അപർണ എന്തൊക്കെയോ തന്ത്രങ്ങൾ പറ്റി അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു സൂചനയൊക്കെ സൂര്യനാരായണൻ അബിക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ അതിന്റെ പിന്നിൽ എന്തേലും കാണും. കാരണം മൂന്നാളുള്ള ഹെമൻ വാലി റിസോർട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ ആ റിസോർട്ടിൽ തന്നെ അവൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ അത് മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം കാടാണ്, കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടത് അബി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അവിടെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാരണം അങ്ങനെ നഗരജീവിതം കണ്ട് മടുത്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നിരഞ്ജനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. ഹണിമൂൺ ട്രിപ്പ് വന്ന പ്ലേസുകളാണ്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവരുടേതായ ലോകമല്ലേ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും എല്ലാം മുറികളെല്ലാം കിട്ടി. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയോട് അവർ പറഞ്ഞത്, നാളെ രാവിലെ തന്നെ ഞാൻ പോകും. ലച്ചുവിനെ കുറിച്ച് എനിക്ക് അന്വേഷിക്കണമെന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അബി ഇറങ്ങി പുറപ്പെടുവാണ്. അബി കുറെ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. പക്ഷെ ഒരു സ്ഥലത്തും ലച്ചുവിനെ കണ്ടെത്താൻ പറ്റിയില്ല. കാരണം അറിയാവുന്നവരുടെയൊക്കെ ഫോട്ടോ കാണിച്ച്, ലച്ചുവിന്റെ ഫോട്ടോ കാണിച്ച് ഇവരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തും കണ്ടിട്ടില്ലെന്നായിരുന്നു മറുപടി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അബിക്ക്. കാരണം അബിക്ക് മനസ്സിലായി, ഇനി ഇവിടെ ഇങ്ങനെ തപ്പിയിട്ട് കാര്യമില്ല. ഒരു പക്ഷേങ്കിൽ അവളിനി വേറെ എവിടെയെങ്കിലും ആണോ, ഇനി ജാനകിക്ക് തെറ്റിപ്പോയിട്ടുള്ളതാണോ, മൂന്നാറിലാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എത്രമാത്രം അത് സത്യമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ലച്ചുവിന്റെ അച്ഛൻ അറിയുന്നുണ്ടായിരുന്നു. കാരണം അബി അന്വേഷിച്ച് ചെല്ലുന്നുണ്ടെന്നൊക്കെ, അബി അന്വേഷിച്ച് എല്ലാം നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ലച്ചുവിന്റെ അച്ഛൻ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ല. ഒരു കാരണവശാലും അവനോട്ട് നല്ല പണി കൊടുക്കണം. ലച്ചുവിനെ ഒരു കാരണവശാലും കണ്ടെത്തുകയും ചെയ്യരുത്. അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അപർണയുടെ അച്ഛൻ നല്ലൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പണിയൊന്നുമല്ല. കാരണം പൊന്നൂനോട്ട് പണി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനെ ഏൽപ്പിച്ചിരിക്കുന്നോ ലച്ചുവിന്റെ അച്ഛനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. കാരണം പൊന്നൂസിനെ തട്ടിക്കൊണ്ടു പോകണം. പൊന്നൂസിനെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു അവരുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ. പക്ഷെങ്കിൽ ഇതൊന്നും അപർണയുടെ ഈ ചതികളും കാര്യങ്ങളും ഒക്കെ ജാനകിക്കോ അല്ലെങ്കിൽ അഭിറാമിനോ ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊന്നും അറിയില്ലായിരുന്നു ജാനകി അവിടെ ഇരുന്നേ. അങ്ങനെ പകലൊരു ദിവസം കഴിഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം ഒന്നും കണ്ടെത്താനായിട്ട് അബിക്ക് പറ്റിയില്ല. അങ്ങനെ അബി വൈകുന്നേരം വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വീട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് അബിയോട് ജാനു ചോദിച്ചു, എന്തായി അബിയേട്ട കാര്യങ്ങൾ? ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാണ്. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം നമുക്ക് തെറ്റിപ്പോയതായിരിക്കോ, ഇനി ചിലപ്പോൾ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും, അവൾ ഇവിടെ എങ്ങും അല്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷേങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് നിരഞ്ജന പറഞ്ഞു, എന്താണല്ലോ ഈ പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ശാന്തസുന്ദരമായ സ്ഥലം, എന്ത് ഭംഗി ഇവിടെയൊക്കെ കാണാനായിട്ട്, കൊതിയാകും ഇവിടെയൊക്കെ ഇറങ്ങി നടക്കാനെന്നൊക്കെ പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അപർണ പറഞ്ഞു, ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. അതെ, അല്ല ഈ സ്ഥലം ഇനിയിപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കാം. പെട്ടെന്ന് പ്രഭാവതി ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ, ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹം ഉണ്ടോന്ന്? ഈ സ്ഥലം കണ്ടിട്ട് ആർക്കും ഒന്ന് വാങ്ങിപ്പോവാൻ തോന്നുന്നു പറയണം. അത് ശരി, അങ്ങനെ വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ രണ്ടുപേരുടെ സമ്മതം മേടിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയണം. രണ്ടുപേരുടെ സമ്മതം മേടിക്കണം, അതാരുടെ സമ്മതം എന്നുള്ള രീതിയിൽ അജയും അമലും ഒക്കെ ഇങ്ങനെ നോക്കണം. അത് മറ്റാരുടെ അല്ല, ഈ നിൽക്കുന്ന രണ്ടുപേരുടെയാന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെയും ജാനകിയുടെയും നേർക്ക് വിരൽ ചൂണ്ടുവാണ്. ജാനകി ഒരു നിമിഷം ഞെട്ടലോടും അന്താളിപ്പോടും കൂട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഞങ്ങളുടെ പേരിലോ, ഞങ്ങളുടെ സമ്മതം? ഇത് കേട്ടപ്പോ അജയ് വെച്ച്, നീ എന്തൊക്കെയാ അപർണയെ പറയണെന്ന് ചോദിക്കണം. അതെ, ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം. നിരഞ്ജന പറഞ്ഞു, ഇതൊക്കെ എന്തൊക്കെയാ പറഞ്ഞേ, ഞങ്ങൾക്ക് ആർക്കും ഇത് വിശ്വാസമില്ലെന്ന് പറയാം, വെറുതെ തള്ളി അങ്ങോട്ട് മറിക്കില്ലെന്ന് പറയണം. ഉള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ദേ ഈ നിൽക്കുന്ന അബിയാറിനോട് ചോദിച്ചു നോക്ക. പെട്ടെന്ന് ജാനകി പറഞ്ഞതേ അപർണ അറിയത്തില്ലാത്ത കാര്യത്തെ കൂടെ നീ സംസാരിക്കില്ലെന്ന് പറയണം. ദേ നീ നിന്റെ ഭർത്താവിനോട് തന്നെ ആദ്യം ചോദിച്ചു നോക്ക, ഇത് ആരുടെ പേരിലാത്? ഇത്രയും വലിയ റിസോർട്ട് കുടുംബത്തിലുള്ള അളകാപരിയില്ല, ആരും അറിയില്ലാതെ ഇത് ജാനകിയുടെ അബിയുടെ പേരിലാണെങ്കിൽ
അപ്പൊ നിങ്ങളില് എന്തൊക്കെ സത്യങ്ങൾ അലകാപുരിയിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് ചോദിക്കുക. ഒരു നിമിഷം പ്രഭാവതിയിൽ ഒരു ഞെട്ടലുണ്ടായി. എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് ഭയങ്കര സന്തോഷത്തോടെ വന്നത്. പക്ഷേങ്കില് ഇപ്പൊ ആണ്ടെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ അബിയുടെയും ജാനകിയുടെയും പേരിലാന്ന് പറയണു. അബി ഒന്നും മിണ്ടിയില്ല. അജയ് വന്നിട്ട് ചോദിച്ചു, സത്യമാണോ അബിയേട്ട കേൾക്കണേ? അബിയേട്ടനും ജാനിയടത്തിനും പേരിലാണോ ഇതെന്ന് ചോദിക്കുക. അഭിയൊന്നും മിണ്ടിയില്ല. ഓഹോ, അപ്പൊ സത്യമാണല്ലേ, മൗന സമ്മതം അല്ലേ? അപ്പൊ ഇത്രയും കാലം ഞങ്ങളെല്ലാരും കുടുംബത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ അറിയില്ലാതെ പല പല തിരിമറികൾ നടത്തുന്നുണ്ട്. അപ്പൊ അഭിയേട്ടൻ തിരിമറി നടത്തി വാങ്ങിയതാണോ എന്നൊരു ഇതും കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് അഭിവൃദ്ധി അനാവശ്യം പറയണ അജയെന്ന് പറയണം. പിന്നല്ലാതെ ഞങ്ങൾ ആരും അറിയത്തില്ലാതെ അതെ അഭിയേട്ടൻ ഇവിടെ വന്ന് ഇത്രയും വലിയ റിസോർട്ട് വാങ്ങണമെങ്കിൽ അപ്പൊ കോടികളുടെ തന്നെ ഇതുണ്ടായി കാണുമല്ലോ. കാരണം ഒരു കമ്പനിയിൽ നിന്ന് വെട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണോ അതോ ഇനിയിപ്പോ അച്ഛനായിട്ട് വാങ്ങിച്ച തന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് വളരെയധികം നാണം കെടുത്തുന്നുണ്ട്. അബിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അവസാനം ജാനകി വെറുതെ, അജയ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ആരുടെ ഇന്നുവരെ ഒന്നും തട്ടിച്ചെടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നുവരെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഏതെങ്കിലും പൊസിഷൻ എത്താനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു പറയണോ. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് വഴക്കുണ്ടാക്കണം. അവസാനം നിരഞ്ജനോട് പറഞ്ഞു, ദേ ഇങ്ങനെയുള്ള ഇതിന്റെ കൂടെ ഒരിക്കലും നിമിഷം പോലെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. നീ വരുന്നുണ്ടോ നിരഞ്ജനെ? നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയണം. നിരഞ്ജന പറഞ്ഞു, ഇത് എന്തൊക്കെ അജയ് പറയണെന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ ഭാര്യയാണെങ്കിൽ നീ എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് നിരഞ്ജനയും വിളിച്ചോണ്ടും കൂടെ പോകണം. അജയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലത്. കാരണം അബിയുടെ പേരിൽ ഇത്രയും വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് അളകാപുരിയിൽ ആരും അറിയാതെ ഏകദേശം അവരുടെ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. അവരെ അങ്ങനെ അവിടുന്ന് മാറ്റുവാണ്. പിന്നെ പ്രഭാവതി വരെയൊക്കെയല്ലേ ഉള്ളൂ. ജാനയ്ക്കും അബിക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ജാനയ്ക്ക് പോലും അത് അറിയത്തില്ലായിരുന്നു, അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അബി ജാനയോടൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇതിന്റെ പിന്നുള്ള ട്വിസ്റ്റും കാര്യങ്ങളും എന്താണെന്ന് അറിയത്തില്ല. ഇനി സൂര്യനാരായണൻ ഇവിടൊക്കെ പേർക്ക് വാങ്ങിച്ചു കൊടുത്താണോ അതിനിപ്പോ വേറെ ആർക്കെങ്കിലും അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി എല്ലാവർക്കും ഒരു മുറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാവതിക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല സുമംഗലാമ്മയുടെ കാര്യം. സുമംഗലാമ്മ അതിന്റെ പേരിൽ അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കുവാണ്. പിന്നീട് എല്ലാവരും കൂടെ മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ജാനകിക്ക് ആ പാടെ സങ്കടമായി. ജാനകി അങ്ങനെ വിഷമിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു, അതിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായി പോയാലോ എന്ന് ഓർക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യണം, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വേണ്ട സമയത്താണ് പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നോക്കുന്ന ജാനകി പൊന്നുവിനെ കാണുന്നില്ല. പൊന്നു ഇത് എവിടെ പോയി? പൊന്നു ഇവിടെ ഉണ്ടോന്ന് ഓർത്ത് അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അന്വേഷിച്ചിട്ടും പൊന്നുവിനെ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് പ്രഭാവതി വന്നു. പ്രഭാവതി ചോദിച്ചു, അമ്മേ പൊന്നുവിനെ കണ്ടോന്ന് ചോദിക്കാൻ. ഇല്ല മോളെ, പൊന്നുവിനെ ഞാൻ കണ്ടില്ല എന്ന് പറയണ. പിന്നെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അവിടെ എല്ലാം നോക്കിയിട്ട് അവിടെ ഒന്നും പൊന്നുവിനെ കണ്ടില്ല. ആകെപ്പാടെ ടെൻഷനായി. അപ്പത്തിന് അമൽ അങ്ങോട്ട് വന്നു. അമലിനോടും കാര്യം പറയണം. അമലെല്ലാം അവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷെ ഒരിടത്തും പൊന്നുവിനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജാനകിയാണെങ്കിൽ അവിടേക്കും നോക്കി. പിന്നീട് നേരെ എന്ത് ചെയ്യണം, അപ്പുറത്തുള്ള അടുക്കള ഭാഗത്തിന്റെ ആ ഒരു ഭാഗമുണ്ട്, അവിടേക്ക് മാത്രം നോക്കില്ലായിരുന്നു. അങ്ങനെ ജാനകി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടത്തേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു പെൺകുട്ടി തിരിഞ്ഞു നിന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാനകി അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും അത് മറ്റാരും ആയിരുന്നില്ല, അത് ലച്ചു ആയിരുന്നു. അപ്പൊ ലച്ചുവിനെ അന്വേഷിച്ച് അഭി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലച്ചുവിനെ അവിടെ കണ്ടപ്പോൾ ജാനകിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ലച്ചുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ലച്ചുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അച്ഛൻ തന്നെ ഇങ്ങോട്ട് വേലയ്ക്കായിട്ട് കൊണ്ടുവന്നാന്നും എല്ലാ കാര്യങ്ങളും അറിയാണ്. പക്ഷേങ്കില് ജാനകിക്ക് വല്ലാത്ത സങ്കടമായി. ലച്ചുവിനെ അവിടെ കണ്ട ആ ഒരു കോലത്തിൽ കണ്ടല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലച്ചുവിനെ ഇവിടുന്ന് എങ്ങനെയും രക്ഷിച്ചുകൊണ്ട് പോയാൽ മതിയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്റെ മോളെ തനിക്ക് കണ്ടെത്തണം. പെട്ടെന്ന് ലച്ചുവിനോട് പറഞ്ഞു, അതെ ഞാനിപ്പൊ തന്നെ വരാം, പൊന്നുവിനെ ഇവിടെ കണ്ടില്ല, അത് നോക്കിയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ജാനകി അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ല. ജാനകിയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇനി അപർണ എന്തെങ്കിലും തന്ത്രം ഇറക്കിയതാണെന്നും പറയാൻ പറ്റില്ല. ആ സമയം അമൽ എന്ത് ചെയ്യണം, അമൽ അവരോട് എല്ലാം അലറി വിളിച്ച് നടക്കുവാണ്, പൊന്നു പൊന്നു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെ ഒരിടത്തും പൊന്നുവിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവിടെയാണെങ്കിൽ റേഞ്ചും കിട്ടുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയെ ഫോൺ വെച്ച് അഭിയേട്ടനോട് കാര്യങ്ങളൊന്നും പറയാന്ന് വെച്ചാൽ അതിനും സാധിക്കുമായിരുന്നില്ല ജാനകിക്ക്. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അപർണ അവിടെ നിൽക്കുന്നുണ്ടോ, അപർണയുടെ മുഖത്തൊരു വിളർച്ചയൊക്കെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജാനകിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവണം. അവസാനം ജാനകിയുടെ അടുത്ത് ജാനകി എന്ന് അപർണയോട് ചോദിച്ചു, അപർണ പൊന്നു എന്തിയെന്ന് ചോദിക്കണം. പൊന്നുവോ? പൊന്നു എവിടെയെങ്കിലും കാണും, സത്യം പറ അപർണ, നീ അറിയില്ലാതെ പൊന്നു ഒരിടത്തും പോകത്തില്ലെന്ന് പറയാം. അതിന് നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നേ? എനിക്കറിയില്ല എന്ന് പറയണ. കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം കുഞ്ഞിന്റെ അമ്മയുടെ അല്ലേ, പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു പറഞ്ഞോണ്ട് അപർണ അങ്ങോട്ട് ചാടിക്കടിക്കാൻ വരുക. ഇത്ര സമയമൊക്കെ ജാനകി പിടിച്ചു വന്നു. ജാനകിയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി. ജാനകി അപർണയുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കണം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അറിയില്ലല്ലേ, നിന്നെ കാണിച്ചു തരണമെന്ന് പറയാം, സത്യം പറഞ്ഞു അല്ലെ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറയണ. ഇതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അപർണ അങ്ങനെ വലിച്ചഴിച്ചങ്ങോട്ട് കൊണ്ടുവരുവാണ് അങ്ങോട്ട് പുറത്തേക്ക്. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ, ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ പൊന്നുവിന് എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്
സമഹാര താണ്ഡവമാടുവാണ് അപർണയുടെ മേലെ ജാനകി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. പൊന്നൂന് ഉറപ്പായിട്ടും കിട്ടും. ഇനി അപർണയുടെ എന്തൊക്കെ കള്ളത്തരങ്ങൾ അപർണ കാണിച്ചാലും അതെല്ലാം പൊളിച്ചടുക്കി ജാനകി പൊന്നൂനെ തിരികെ കൊണ്ടുവരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നിട്ട് അടുത്തയാഴ്ച. അത് മാത്രമല്ല, അപർണ വീണ്ടും അങ്ങനെ തേഞ്ഞൊട്ടുവാണ്. അപർണയുടെ എല്ലാം പ്രതീക്ഷകളും നഷ്ടപ്പെടുവാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ്, ഈ റിസോർട്ട് ജാനകിയുടെ അബിയുടെ പേരിൽ ആരാ വാങ്ങിച്ചേ എന്താ ഏതൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.